എല്ലാവർക്കും നമസ്കാരം. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കിണർ ക്ലോറിനേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ജലജന്യ രോഗങ്ങളായ വയറിളക്കം, ഛർദിൽ, മഞ്ഞപ്പിത്ത രോഗങ്ങൾ, കോളറ, വയറുകടി, അമീബിക് മസ്തിഷ്ക ജ്വരം ഇവയൊക്കെ പടരുന്ന ഈ സാഹചര്യത്തിൽ കിണറുജലം ശുദ്ധീകരിക്കേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കിണർ ജലം മാത്രമല്ല, കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. കാരണം സ്വിമ്മിംഗ് പൂൾ പോലുള്ള ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിലൂടെ വെള്ളം ഉള്ളിൽ പ്രവേശിച്ചാലും അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ജലത്തിൽ പൊതുവെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളും വിരകൾ, അട്ടകൾ, അവയുടെ കുഞ്ഞുങ്ങൾ ഇവയും കാണാൻ സാധ്യതയുണ്ട്. കൂടാതെ ചില കിണറിലെ വെള്ളത്തിൽ ഈക്കോളൈ പോലുള്ള ബാക്ടീരിയയുടെ സാന്നിധ്യവും കാണാറുണ്ട്. കിണറിൽ നിന്നും വളരെ അകലെ അല്ലാതെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിക്കിടക്കുകയോ വൃത്തിഹീനമായ കന്നുകാലിത്തൊഴുത്തോ ചാണകക്കുഴിയോ തുറസായ സ്ഥലത്ത് മലവിസർജനം നടത്തുന്ന സാഹചര്യം ഉണ്ടോ എന്നുകൂടി ഈ സമയത്ത് നോക്കേണ്ടതുണ്ട്. കിണറിലെ ജലം മലിനമായാൽ എന്ത് ചെയ്യണം? പൊതുവെ മലിനമായി എന്ന് ഒരു ഉറപ്പും ഇല്ലാത്ത കിണറുകളിൽ ക്ലോറിനേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പല വിധത്തിലുമുള്ള സംശയങ്ങൾ സമൂഹത്തിലുണ്ട്. ആദ്യമേ പറയട്ടെ, തെളിഞ്ഞു കിടക്കുന്ന ജലമുള്ള കിണറുകളെല്ലാം ശുദ്ധമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അവയിലും നേരത്തെ പറഞ്ഞു കഴിഞ്ഞ രോഗകാരികളായ സൂക്ഷ്മാണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കിണർ ക്ലോറിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വെൽ ക്ലോറിനേഷൻ പ്രധാനമായും 2 തരത്തിലാണ് ചെയ്യുന്നത്: നോർമൽ ക്ലോറിനേഷനും സൂപ്പർ ക്ലോറിനേഷനും. നോർമൽ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് മെയിൻ്റനൻസ് ക്ലോറിനേഷൻ എന്നൊരു പേരും കൂടി ഉണ്ട്. ഇത് ചെയ്യുന്നത് ഒരു തരത്തിലും കിണറിലെ ജലം മലിനമാക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുള്ളപ്പോഴാണ് നോർമൽ ക്ലോറിനേഷൻ ചെയ്യുന്നത്. ഇത് എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ 3 മാസം കൂടുമ്പോൾ റെഗുലറായി ചെയ്യുന്നതാണ് നല്ലത്. ഇത് വർഷത്തിൽ 4 പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അത് ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്: 1. വേനൽ തുടങ്ങുന്നതിന് മുമ്പ് ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ. 2. മഴ തുടങ്ങുന്നതിന് മുമ്പ് മെയ്, ജൂൺ മാസത്തിൽ. 3. കനത്ത മഴ കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ. 4. വെള്ളം കുറയുന്ന സമയം ഒക്ടോബർ, നവംബർ മാസത്തിൽ. ഈ നോർമൽ ക്ലോറിനേഷൻ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ വെള്ളം ശുദ്ധമായി നിലനിർത്താനും ബാക്ടീരിയ, വൈറസ് പോലുള്ള രോഗാണുക്കൾ വളരാതെ നോക്കാനും. ഇനി 2. സൂപ്പർ ക്ലോറിനേഷൻ. സൂപ്പർ ക്ലോറിനേഷന് മറ്റൊരു പേര് ഷോക്ക് ക്ലോറിനേഷൻ എന്നും പറയും. ഇത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ കിണർ മലിനമാക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഷോക്ക് ക്ലോറിനേഷൻ അഥവാ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നത്. ഇത് വർഷത്തിൽ എത്ര പ്രാവശ്യം ചെയ്യണമെന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അത് സാഹചര്യമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുള്ള ചില സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്: 1. മഴ കഴിഞ്ഞ് കിണറിൽ ചെളിയും മാലിന്യവും അടിഞ്ഞുകൂടുമ്പോൾ. 2. കിണറ്റിൽ എലി, പല്ലി, പ്രാണി, മറ്റ് ജന്തുക്കൾ ഇവയൊക്കെ ചത്ത് കിടക്കുന്നത് കണ്ടാൽ. ഇനി 3. വെള്ളത്തിന് ദുർഗന്ധം, നിറം, രുചി ഇവയിലൊക്കെ മാറ്റം വരുമ്പോൾ. 4. വയറിളക്കം, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പരിസരത്തോ സ്വന്തം വീട്ടിലോ ഉള്ളപ്പോൾ. പിന്നെ നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വവ്വാല് പോലുള്ള പക്ഷികളുടെ കാഷ്ടം നമ്മുടെ കിണറിൽ വീണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന സാഹചര്യം. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് സൂപ്പർ ക്ലോറിനേഷൻ നമ്മൾ ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷന് പൊതുവെ നോർമൽ ക്ലോറിനേഷന് 1000 ലിറ്ററിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് അതിൻ്റെ ഇരട്ടി 5 ഗ്രാം 1000 ലിറ്ററിന് എടുക്കേണ്ടി വരും.
പിന്നെ സൂപ്പർ ക്ലോറിനേഷൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഫ്ലഡ് പോലെയുള്ള മഹാമാരി വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് ദിവസവും നമ്മളുടെ കിണർ മലിനമാക്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഹെൽത്ത് സെൻറ്ററിൻ്റെയും ആരോഗ്യ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് ചില സാഹചര്യങ്ങളിൽ ദിവസവും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും വരാറുണ്ട്. ഇനി ഒരു കിണറ്റിലെ നോർമൽ ക്ലോറിനേഷൻ ആയാലും സൂപ്പർ ക്ലോറിനേഷൻ ആയാലും അതിനാവശ്യമുള്ള ബ്ലീച്ചിങ് പൗഡർ എത്രയെന്ന് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനൊരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. πD²H/4 × 1000 എന്നാണ് ആ ഫോർമുല. ഇതിന് ആദ്യം വേണ്ടത് ആ കിണറിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്ന് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ എടുക്കാൻ പറ്റൂ. ഈ ഫോർമുലയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന D എന്ന് പറയുന്നത് കിണറിൻ്റെ ഡയമീറ്ററും, H എന്ന് പറയുന്നത് കിണറിൻ്റെ ഉള്ളിൽ എത്ര പൊക്കത്തിൽ വെള്ളമുണ്ട്, എത്ര ഹൈറ്റിൽ വെള്ളമുണ്ട് എന്നതാണ് H കൊണ്ടും. മൊത്തത്തിലുള്ള ഒരു കിണറിൻ്റെ നടുഭാഗത്തിൽ നിന്ന് ഒരറ്റത്ത് നിന്ന് നേരെ എതിരെയുള്ള അറ്റത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് കണ്ടെത്തുന്നതാണ് D. അപ്പോൾ ഒരു പേപ്പറും പേനയും എടുത്ത് നമ്മൾ ഇത് അളക്കുന്നേരത്ത് കയ്യിൽ വയ്ക്കണം. അപ്പോൾ D = ഇത്രയെന്ന് എഴുതണം. ഇനി H കണ്ടെത്താനായിട്ട് നമ്മൾ കിണറിൽ തന്നെ ഉപയോഗിക്കുന്ന തൊട്ടിയും കയറും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു വെയിറ്റ് കെട്ടിത്തൂക്കി കിണറിനകത്തോട്ട് ഇറക്കണം. അപ്പോൾ ഈ തൊട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കിണറിൻ്റെ ആഴത്തിൽ അങ്ങറ്റം വരെ ചെന്ന് തൊട്ടി നിന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കയറ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് പുറത്തോട്ട് കോരി എടുക്കണം. എന്നിട്ട് തൊട്ടിയുടെ അറ്റം മുതൽ ഈ കയറ് നനഞ്ഞിടം വരെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ട് അത് ഒരു ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ അളന്നെടുക്കണം. അത് H എന്നും പേപ്പറിൽ എഴുതി വയ്ക്കണം. H ഇത്രയെന്ന്. ഇപ്പോൾ എൻ്റെ കിണറിൽ നോക്കിയപ്പോൾ D എനിക്ക് കിട്ടിയത് 1.25 എന്നാണ്. H കിട്ടിയത് 3 മീറ്റർ ഒന്നാണ്. അപ്പോൾ എൻ്റെ കിണറിന് നോർമൽ ക്ലോറിനേഷനാണ്, മലിനമാക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് പറയുന്നതാണ്. അപ്പോൾ ഫോർമുല അനുസരിച്ച് πD²H/4 × 1000 എന്നാണല്ലോ. അപ്പോൾ ഞാൻ എഴുതും പൈയുടെ വിലയായ 3.14 × D² എന്ന് പറയുന്നത് 2 പ്രാവശ്യം എഴുതണമല്ലോ. എൻ്റെ കിണറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.25 ആണ്. അപ്പോൾ 3.14 × 1.25 × 1.25 × H എനിക്ക് കിട്ടിയത് 3 ആണ്. 3/4 × 1000 അങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ എൻ്റെ കിണറിൽ 3679 ലിറ്റർ ജലമാണ് ഉള്ളതെന്ന് കണ്ടെത്തിയത്. അതിന് ഞാൻ നോർമൽ ക്ലോറിനേഷന് വേണ്ട ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് 1000 ലിറ്ററിന് 2.5 ഗ്രാം ആണ്. അപ്പോൾ എൻ്റെ കിണറിന് 2.5 വെച്ച് 9.25 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ വേണമെന്ന് കണ്ടെത്തി. അപ്പോൾ ഇത് അളക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 2.5 ഗ്രാം കൊള്ളുന്ന ഒരു സ്പൂണാണ്. ആ സ്പൂണിന് ഈ 9.25 ഗ്രാം എന്ന് പറയുമ്പോൾ 3.5 സ്പൂണ് ബ്ലീച്ചിങ് പൗഡർ വേണം. 3.5 സ്പൂണ് ബ്ലീച്ചിങ് പൗഡർ എടുക്കുമ്പോൾ 9.25 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആവും. ഇനി ഇതിൻ്റെ സ്ഥാനത്ത് എൻ്റെ കിണർ മലിനമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്ലോറിനേഷനാണ് വേണ്ടി ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ കിണറിലുള്ള ആകെ ജലമായ 3679 ലിറ്ററിന് 9.25 ആണ് നോർമലിനാണെങ്കിൽ വേണ്ടിയിരുന്നത്. അതിൻ്റെ ഇരട്ടി 1000-ന് 5 ഗ്രാം വെച്ചാണെങ്കിൽ 18.50 ബ്ലീച്ചിങ് പൗഡർ വേണ്ടി വന്നതിന് സ്പൂണ് വെച്ചിളക്കുമ്പോൾ അത് 7 പ്രാവശ്യം സ്പൂൺ വെച്ച് അളന്നെടുക്കേണ്ടി വന്നേന്. ബ്ലീച്ചിങ് പൗഡർ അളവനുസരിച്ച് എടുത്ത് കലക്കി കിണറിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. എൻ്റെ കിണറിൽ ആകെയുള്ള ജലം എന്ന് പറയുന്നത് 3700 ലിറ്ററാണ്. അതിന് ഫോർമുല അനുസരിച്ച് 9.25 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ വേണമെന്നും കണ്ടെത്തി. ഞാനിപ്പോൾ ബ്ലീച്ചിങ് പൗഡർ അളക്കാൻ ഉപയോഗിക്കുന്നത് 2.5 ഗ്രാം വീതം കൊള്ളുന്ന ഒരു സ്പൂണാണ്. അപ്പോൾ 3.5 സ്പൂൺ എടുക്കുമ്പോൾ 9.25
5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആകും. അപ്പോൾ നമുക്ക് 3.5 സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ എടുക്കാം. 1 സ്പൂണ്, 2 സ്പൂണ്, 3 സ്പൂണ്, 1/2 സ്പൂണ്. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം പേസ്റ്റ് ആക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് മറ്റൊരു വൃത്തിയുള്ള സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഇളക്കുമ്പോൾ അത് പേസ്റ്റ് രൂപത്തിലാവും. അപ്പോൾ ഇത് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അതിനകത്തോട്ട് കുറേ കൂടി ഒരു 3/4 ബക്കറ്റ് വെള്ളം, കുറേ കൂടെ വെള്ളം ആഡ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് 3/4 ബക്കറ്റാക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനി 10 മിനിറ്റ് തെളിയാൻ വയ്ക്കണം. തെളി വെള്ളം, മുകളിൽ തെളിയുന്നതാണ് തെളിവെള്ളം. ക്ലോറിൻ വെള്ളവുമായിട്ട് ആവുന്ന തെളിവെള്ളം എടുത്ത് നമുക്ക് കിണറ്റിൽ തൊട്ടിയിലൊഴിച്ച്, വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ആ തൊട്ടിയിലൊഴിച്ച് കിണറിൻ്റെ ആഴത്തിൽ വരെ, താഴെ അറ്റം വരെ മുട്ടത്തക്ക വിധം തൊട്ടി അങ്ങ് ഇറക്കിയിട്ട് കലക്കി, ഇടിച്ച് കലക്കി എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിക്ക് ഇടണം. ഇതാണ് ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ക്ലോറിനേഷൻ ചെയ്യുന്ന രീതി. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ കലക്കി വെച്ചിട്ട് 10 മിനിറ്റായി. കണ്ടല്ലോ, മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ തെളി വെള്ളം എടുത്ത് നമ്മൾ വെള്ളം കോരുന്ന തൊട്ടിയിലോട്ട് ഒഴിക്കും. അടിയിൽ ബാലൻസ് വന്നത് കുമ്മായമാണ്. ഇത് തറയിൽ ഒഴിച്ച് നമുക്ക് കളയാം. തൊട്ടിയിലിരിക്കുന്ന തെളിവെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കിണറ്റിൻ്റെ ആഴത്തിൽ പോകുന്നതുവരെ ഇറക്കി കുത്തി ഇളക്കി 4 ചുറ്റ് സ്പ്രെഡ് ആവുന്ന രീതിക്ക് ഇടണം. ഇനി ഒരു കിണറിൻ്റെ ഹൈറ്റും ഡയമീറ്ററും കാണാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് അടുത്ത ഭാഗം ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കിണറിൻ്റെ ഡയമീറ്റർ എങ്ങനെയാണ് നോക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. വട്ടത്തിലുള്ള ഒരു കിണറിൻ്റെ നടുഭാഗത്ത് ഒരറ്റത്ത് നിന്നും നേരെ എതിരെയുള്ള മറ്റേ അറ്റത്തിലേക്ക് എത്ര ദൂരം ഉണ്ട് എന്നുള്ളതാണ് ഡയമീറ്റർ. ഇതിന് നീളമുള്ള ഒരു മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് അളന്നെടുക്കുകയോ അതില്ലെങ്കിൽ ഇതുപോലെ ഒരു കയറ് കിട്ടിയോ അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ടോ തുണി അളക്കുന്ന ഇതുപോലുള്ള ഒരു ടേപ്പ് ഉപയോഗിച്ച് അതെത്ര ദൂരമുണ്ടെന്ന് അളന്നാലും മതി. അങ്ങനെ കിട്ടുന്നതാണ് ഡയമീറ്റർ, വിസ്തീർണം. അത് ഡി എന്ന് ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് ഡി ഇത്ര കിട്ടി എന്ന് എഴുതി വെക്കുക. ഇനി കിണറിനകത്ത് എത്ര പൊക്കത്തിൽ വെള്ളമുണ്ട്, ഹൈറ്റ്, അതാണ് എച്ച്. അത് കാണുന്നതിന് വേണ്ടി ഈ വെള്ളം കോരുന്ന തൊട്ടിയും കയറും കിണറിൻ്റെ ആഴത്തിൽ ചെന്ന് തൊട്ടി മുട്ടുന്ന വിധത്തിൽ ഇറക്കിയിട്ട് കയറ് സ്ട്രെയിറ്റായിട്ട് പിടിച്ച് പുറത്ത് കോരി ഇങ്ങെടുക്കുക. അതിനുശേഷം കിണറിൻ്റെ തൊട്ടിയുടെ മൂടുഭാഗം മുതൽ കയറ് എത്രത്തോളം നനഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അടയാളപ്പെടുത്തിയിട്ട് ആ ദൂരം അളന്നെടുക്കുക. അതാണ് എച്ച്. അപ്പോൾ പേപ്പറിൽ എച്ച് എത്ര കിട്ടിയെന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയുണ്ടല്ലോ, പൈ ഡി സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ 4 × 1000. ആ ഫോർമുല ഉപയോഗിച്ച് ഈ ഡിയും എച്ചും ഇട്ട് കിണറിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്ന് കണക്കാക്കുക. ആരോഗ്യ മേഖല, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും കിട്ടുന്ന ബ്ലീച്ചിങ് പൗഡറിൽ നമ്മുടെ കിണറിന് ക്ലോറിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടാവും. ക്ലോറിനേഷൻ തികച്ചും പ്രായോഗികവും ഫലപ്രദവും അതുപോലെ ശക്തിയേറിയ ഒരു അണുനശീകരണ മാർഗം കൂടിയാണ്. എല്ലാവരും ശരിയായ രീതിയിൽ കിണർ ക്ലോറിനേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ശുദ്ധജലം കുടിക്കാനും ശ്രമിക്കണം. ഇനി ഞാൻ അടുത്ത് പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ സുരക്ഷയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.
ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത് കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കിണറ്റിൽ അണുനശീകരണത്തിന് ആവശ്യമുള്ള ക്ലോറിനുള്ള ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചാലേ നമുക്ക് അതുകൊണ്ട് ഉപയോഗമുള്ളൂ. വിപണിയിൽ കിട്ടുന്ന ബ്ലീച്ചിങ് പൗഡറിൽ 30 മുതൽ 35% വരെ ക്ലോറിൻ ഉണ്ടാകും. അത് ആ പാക്കറ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നമ്മളത് വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം. എക്സ്പയറി ഡേറ്റും നോക്കണം. ബ്ലീച്ചിങ് പൗഡറിന് മണം ഉണ്ടോയെന്നും നമ്മൾ ശ്രദ്ധിക്കണം. മണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നശീകരണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി വെയിലത്ത് ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവച്ചാൽ അതിൻ്റെ ക്ലോറിൻ നീരാവിയായി പോകും. അതുകൊണ്ട് തണുത്ത ഇരുണ്ട സ്ഥലത്ത് അടച്ച് സൂക്ഷിക്കണം. കുട്ടികളുടെ കൈയെത്തുന്ന ദൂരത്ത് ഇത് വയ്ക്കരുത്. ഇനി ഇത് കൈകാര്യം ചെയ്യുമ്പോഴുള്ള സുരക്ഷ എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് കൈകൊണ്ട് തൊടരുത്. കയ്യുറ അല്ലെങ്കിൽ ഗ്ലൗസ് ഇടണം. പിന്നെ ബ്ലീച്ചിങ് പൗഡർ കണ്ണിൽ വീഴുന്നത് നമുക്ക് കണ്ണിനകത്ത് പൊള്ളലൊക്കെ ഏൽക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കണ്ണാടി വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് കലക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള മണം വരും. അത് ചില അലർജി ഉള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മാസ്ക് വെക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ക്ലോറിനേഷൻ നടത്താൻ ഏറ്റവും നല്ല സമയം ഏതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ക്ലോറിനേഷൻ നടത്താൻ ഏറ്റവും നല്ല സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും ഇടയിലാണ്. കാരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബ്ലീച്ചിങ് പൗഡർ വെയിൽ കൊണ്ടാലും ചൂടിലും ബ്ലീച്ചിങ് പൗഡറിനകത്തുള്ള ക്ലോറിൻ ഇവാപ്രേറ്റ് ചെയ്ത്, അതായത് നീരാവിയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ വെയിലുമില്ല ചൂടുമില്ല. അപ്പോൾ കിണറ്റിനകത്തുള്ള വെള്ളത്തിൽ ഇത് നന്നായിട്ട് ക്ലോറിന് പ്രവർത്തിച്ച് അണുക്കളെ മുഴുവനും നശിപ്പിക്കാൻ പറ്റും. ഇനി ക്ലോറിനേഷൻ കഴിഞ്ഞാൽ എത്ര സമയം കഴിയുമ്പോൾ വെള്ളം ഉപയോഗിക്കാമെന്ന് ചോദിക്കാറുണ്ട്. മിനിമം ഏറ്റവും ചെറിയ സമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത്, ഉത്തമം എന്ന് പറയുന്നത് 12 മണിക്കൂറോ ഒരു ദിവസമോ 24 മണിക്കൂറോ കഴിഞ്ഞിട്ട് കോരുന്നതാണ് നല്ലത്. നമ്മുടെ വീട്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളമെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 6 മണിക്കോ 8 മണിക്കോ കോരിയിട്ട് പിറ്റേ ദിവസം 6-നും 8-നും എപ്പോൾ നമ്മൾ കലക്കി കിണറ്റിൽ അപ്ലൈ ചെയ്തോ അത് കൃത്യം 12 മണിക്കൂറോ 24 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് അത്യുത്തമം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു.